കേസ് ജയിക്കാനായി പണം വാരിയെറിഞ്ഞ് എനിക്ക് നോടോവേ. എന്റെ വില്യത്തിന് മാത്രമല്ല കുടുംബത്തിന് മൊത്തം ആവശ്യമായിരുന്നു അവളുമാരെ ജയിലിലടക്കണമെന്ന്. ഒക്കെ പോയില്ലേ. ഇനി വീട്ടുകാരുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? കേസ് ജയിച്ചെന്ന് കരുതി അവളുമാരുടെ മേത്ത് വീണ കറ അത്ര പെട്ടെന്ന് തൂത്താ പോകരുത്. സമൂഹത്തിന്റെ മുന്നിൽ അവരെന്നും തെറ്റ് ചെയ്തവർ തന്നെ ആകണം. കഥകൾ തീരുമ്പോൾ പുതിയ കഥകൾ പടച്ചുണ്ടാക്കണം നമ്മൾ. ഈ നാട്ടിൽ ജീവിക്കാൻ കഴിയാത്ത പ്രൊഫസറും കുടുംബവും അതെന്റെ സ്വപ്നമാ. വക്കീൽ ഫീസായിട്ടൊന്നും വാങ്ങിച്ചില്ല. ഗുരുദക്ഷിണയായിട്ട് തള്ളിക്കളഞ്ഞു. എന്നാൽ അങ്ങനെ അങ്ങ് വിട്ടുതരാൻ ഞങ്ങൾ ഒരുക്കമല്ല. ഇത് എൻ്റെ ശിഷ്യന്. എന്തിനാ സാറേ വെറുതെ ഡ്രസ്സൊക്കെ വാങ്ങി? വേണ്ട വേണ്ട, ഇത് ഞങ്ങളുടെ അവകാശ. മോളെ ഇവർക്കുള്ള കൊടുത്തേ. ഇത് മോക്ക്, ഇത് ചേച്ചിക്ക്. ഹായ്, നല്ല ഫ്രോക്ക്. മോൾ അത് പോയി ഇട്ടോണ്ട് വാ, പാകമാണോന്ന് നോക്കാലോ. നിങ്ങൾ വാ. കുറെ ദിവസങ്ങൾക്ക് ശേഷം മനസ്സൊന്ന് ശാന്തായത് ഇന്ന്. സത്യം പറഞ്ഞ ഇതുവരെ അനുഭവിക്കാത്തൊരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. വിധി അറിയുന്നത് വരെ നന്ദയും പ്രാർത്ഥനയിലായിരുന്നു. ആദ്യ കാരണം ശ്വാസം മുട്ടിപ്പോയി. ആയുസ് ഇനിയും ബാക്കിയുണ്ട്. അല്ലെങ്കിൽ എപ്പോഴേ. ഹായ്, മോക്കിത് നല്ല പാകാണല്ലോ. അമ്മ ഓണത്തിന് വാങ്ങിയതാണോ ഇതാണോ നല്ലത്? അത് ഞാൻ ഓണത്തിന് വാങ്ങി തന്നത് തന്നെയാ. ചുമ്മാ നോണയാ കേട്ടോ, ഇതാ നല്ലത്. മോക്ക് നന്നായി ചേരുന്നുണ്ട്. മേനോൻ സർ ഇന്ന് രാവിലെ ഇവിടെ വന്നിരുന്നു, കോടതി വിധി എന്താവും അറിയാൻ. അപ്പോഴത്തെ സാറിന്റെ പെരുമാറ്റം കണ്ടപ്പോ ഞാനും പപ്പേട്ടനും പേടിച്ചുപോയി. വിധി എതിരായിരുന്നെങ്കിൽ ഒരു പക്ഷേ പിന്നെ നിങ്ങൾ നിങ്ങളുടെ അച്ഛനെ കാണില്ലായിരുന്നു. മക്കളെ, ഞങ്ങൾ ഇറങ്ങട്ടെ. എങ്ങനെയുണ്ട് മുത്തശ്ശ? വളരെ നന്നായിട്ടുണ്ട്. നമ്മൾ ഓണത്തിന് വാങ്ങിക്കൊടുത്ത ഡ്രസ് കൊള്ളില്ലെന്ന്. അമ്പടി കള്ളി. എല്ലാവരും ഒന്ന് പോയിക്കോട്ടെ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഓ പിന്നെ, എന്നാ ഒരു കാര്യം ചെയ്യും മോളെ, മോള് ഞങ്ങളുടെ കൂടെ പോരെ. അപ്പോ യാത്രയില്ല. സമയം കിട്ടുമ്പോ രണ്ടാളും മോളെയും കൂട്ടി വീട്ടിലേക്ക് വരിക. എന്താ? ഓക്കെ, വരാം. പോയിട്ട് വരാം.
എന്താ സാർ? പപ്പനും ഒരു പെൺകുട്ടിയാ. ഇപ്പോഴത്തെ കാലത്ത് ഈ പ്രായം മുതലേ സൂക്ഷിക്കണം. പ്രൊഫസറും മക്കളും നിരപരാധികൾ. പ്രൊഫസറുടെ മക്കൾ നിരപരാധികളാണെന്ന് കണ്ട് അവരെ കോടതി വെറുതെ വിട്ടു. കള്ളസാക്ഷികളെ നിർത്തി വീണ്ടും കെണിയൊരുക്കാൻ ശ്രമിച്ച അലക്സാണ്ടറുടെ നീക്കത്തെ അഡ്വക്കേറ്റ് പത്മകുമാർ നന്നായി പ്രതിരോധിച്ചു. നേരത്തെ അലക്സാണ്ടറുടെ മകൻ വില്യത്തെ ഇതേ കോടതി ശിക്ഷിച്ചിരുന്നു. പകരത്തിന് പകരം ചോദിക്കാൻ കാത്തിരുന്ന അലക്സാണ്ടർ പേട്ട എന്ന ദുഷ്ടജന്തുവിന്റെ പ്രതീക്ഷകളാണ് കോടതിയിൽ തകിടം മറിഞ്ഞത്. എന്റെ മൂന്തേട്ടൻ ആശുപത്രിയിലാണെന്ന് വളരെ വൈകിയാണ് ഞാൻ അറിഞ്ഞത്. കേട്ട പാതി കേൾക്കാത്ത പാതി ആശുപത്രിയിലേക്ക് വെച്ച് കുടിച്ചപ്പോ ദേ പറയുന്നു ഡിസ്ചാർജ് ആയത്. എന്നാ പിന്നെ ഇവിടെ വന്ന് കണ്ടിട്ട് തന്നെ കാര്യമെന്ന് ഞാനും അങ്ങ് വിചാരിച്ചു. അല്ല മൂന്തേട്ടാ, വാസ്തവത്തിൽ എന്താ ഉണ്ടായത്? മുറിവുണ്ടാക്കിയിട്ട് മുറിവിന്റെ കാരണം അന്വേഷിക്കുന്നത് തനിക്കൊരു വിനോദമാണല്ലോ. ആര് മുറിവുണ്ടാക്കിയെന്ന്? ഛേ, എന്തൊക്കെയാ മൂന്തേട്ടൻ നീ പറയുന്നേ? പറയുന്നതിന്റെ അർത്ഥവും വ്യാപ്തിയും ഒക്കെ തനിക്ക് നന്നായിട്ടറിയാം. സ്വയം മന്ദബുദ്ധിയായി ഭാവിച്ച് ബാക്കിയുള്ളവരെ മന്ദബുദ്ധിയാക്കാൻ ശ്രമിക്കല്ലേ അലക്സാണ്ടറെ. ഓ, ഈ മൂന്തേട്ടന്റെ ഒരു കാര്യം, ഒരു നല്ല കാര്യത്തിന് വന്നാലും നേരെ ചൊവ്വേ രണ്ട് വർത്താനം പറയത്തില്ല. നേരെ ചൊവ്വേ വർത്താനം പറയാനൊക്കെ എനിക്കറിയാം. മൃഗങ്ങളോടല്ല, മനുഷ്യനോട്. എന്ത് വേണമെങ്കിലും പറഞ്ഞു. എന്നേക്കാൾ ഒരുപാട് വയസ്സിന് മൂത്തതല്ലേ, അതുകൊണ്ട് പറയുന്നതൊക്കെ ഞാൻ അങ്ങ് സഹിക്കും. അലക്സാണ്ടറെ, ഒരാളെ തല്ലുന്നതിനേക്കാൾ വേദന തല്ലിയതിനു ശേഷം ഇങ്ങനെ വന്നൊന്ന് പൊട്ടം കളിക്കുന്ന കാണുമ്പോഴാ. അല്ല, അപ്പൊ തല്ലിയത് ഞാനാണെന്ന് തന്നെ അങ്ങ് ഉറപ്പിച്ചോ? ചത്തത് കീചനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ. പക്ഷെ താനെന്നോർത്തോ, തനിക്കെന്റെ ശരീരം മാത്രമേ തല്ലി തകർക്കാൻ കഴിയൂ. അതിനപ്പുറം ഒന്നുണ്ട്, എൻ്റെ മനസ്സ്. അതിനെ തളർത്താൻ കഴിയില്ല. ചങ്കൂറ്റമുള്ളവന് മരണം ഒരിക്കലേ ഉള്ളടോ. തന്നെ പോലുള്ള ഭീരുക്കള ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പല ആവർത്തി മരിക്കുന്നത്. ആ, അത് മൂന്തേട്ടൻ പറഞ്ഞ നേരാ. എനിക്ക് മരണത്തെ വലിയ പേടിയാ. ഒരുപാട് സമ്പാദിച്ചു കൂട്ടുന്നവരുടെ കാര്യം എല്ലാം അങ്ങനെ ആ മൂന്തേട്ടാ. പെട്ടെന്നൊരു സുപ്രഭാതത്തിലെ കാഞ്ഞു പോയാ പിന്നെ ഇതൊക്കെ കുഴിച്ചു കൂടുകയല്ലേ നിവൃത്തിയുള്ളൂ. ആ, അപ്പോഴേ മൂന്തേട്ടാ, വേറൊരു പ്രധാന കാര്യം പറയാനുണ്ടായിരുന്നു. മൂന്തേട്ടൻ പ്രൊഫസറെയും കുടുംബത്തെയും കുറിച്ച് കേരളദേശത്തിൽ എഴുതിയത് ഞാൻ വായിച്ചു. നന്നായിരിക്കുന്നു. വലതു കൈയുടെ സ്വാധീനം പോയെങ്കിൽ എന്താ, എഴുത്തിന് യാതൊരു പഞ്ഞവുമില്ല. എഴുതാൻ അറിയാവുന്നവൻ കൈകൊണ്ട് മാത്രമല്ല, ചിലപ്പോൾ കാലുകൊണ്ടും എഴുതും. തൻ്റെ വരവ് കണ്ടപ്പോഴെനിക്ക് മനസ്സിലായി വിഷയം ഇത് തന്നെ ആവുമെന്ന്. ഏതായാലും വാർത്ത ഇഷ്ടപ്പെട്ടല്ലോ, സന്തോഷം. എന്നാ പിന്നെ സ്വന്തം ലേഖനം എന്ന് വെച്ച് മനുഷ്യനെ വെറുതെ കളിപ്പിക്കുന്ന എന്തിനാ? മൂന്തേട്ടന്റെ പേരങ്ങ് വെച്ചൂടെ? ഒരു പേരിൽ എന്തിരിക്കുന്നു, പ്രവൃത്തിയാ പ്രധാനം. അപ്പോ കേരളദേശത്തിൽ എഴുതുന്നത് മൂന്തേട്ടൻ തന്നെ എന്നാണല്ലോ നിങ്ങളെല്ലാം പറയുന്നത്. പറയുന്നതല്ല, അതാണ് സത്യം. മൂന്തേട്ടൻ കേരളദേശത്തിൽ എന്നല്ല, ഏത് പത്രത്തിൽ എഴുതിയാലും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ എഴുത്തിലുടനീളം എന്നെ എന്തിനാണ് ഇങ്ങനെ ഇടിച്ചു താഴ്ത്തുന്നത്? മനഃപൂർവ്വം ഞാൻ ആരെ ഇടിച്ചു താഴ്ത്താറില്ല. മുഖം നോക്കാതെ സത്യം സത്യമായിട്ട് എഴുതും. ഇപ്പോഴും ഞാൻ ആ ശൈലി പിന്തുടരുന്നു. നന്നായി. ജീവിതാവസാനം വരെ പേട്ടക്കുടുംബത്തിനെതിരെ പൊരുതണം. ശത്രുക്കൾ ഉണ്ടായാലേ ഞങ്ങൾക്കൊരു രസമുള്ള മൂന്തേട്ടാ. വരട്ടെ. പ്രൊഫസറും മക്കളും നിരപരാധികൾ. അവളുമാരെ ആ കങ്കാരുവിനെയും പുകഴ്ത്തിക്കൊണ്ടുള്ള ഈ വാർത്ത കാണിക്കാനാണോ നീ കാലത്തെയും കൊണ്ട് എഴുന്നള്ളത്? നീ ചെന്നെ ഡാഡിയോട് പറ എന്നെ എത്രയും പെട്ടെന്ന് ഇവിടെ നടക്കാൻ. നിന്നെ കൊണ്ടൊന്നും ഒരു കാശിനും കൊള്ളത്തില്ല. ഞാൻ കാണിച്ചു തരാം.
അവളുമാരെ എന്താ ചെയ്യേണ്ടത്? മതി മതി എന്തിനാ ഇവിടെ സമയം നിൽക്കുന്നത്? തീർന്നു. ആ, മതി നടക്ക്. എനിക്ക് കാണണ്ട. അവിടെ, അവിടെ. വിട്. നടക്ക് വിടണേ. അങ്ങോട്ട്. ഞാൻ പൊക്കളാം. ഉമ്മറവാതിൽ അടഞ്ഞു കിടക്കുന്ന കണ്ടപ്പോഴേ തോന്നി മുകുന്ദേട്ടൻ അടുക്കളയിലായിരിക്കുമെന്ന്. അടുക്കള സഹായത്തിനെങ്കിലും ആരെങ്കിലും വയ്ക്കാൻ പറഞ്ഞാൽ മുകുന്ദേട്ടൻ കേൾക്കില്ല. വീട്ടിൽ നിന്ന് ആഹാരം കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ ദുരഭിമാനം. എന്താ ചേട്ടാ ഇത്? പിന്നെ ദുരഭിമാനമല്ലടോ. അതെ, ഞാനേ ഇത്രയും കാലം പരസഹായം കൂടാതെ ഇതെല്ലാം ചെയ്തു. ഇപ്പൊ ഈ കൈയൊഴിഞ്ഞെന്ന് കരുതി ഇതൊക്കെ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ആ, അതൊക്കെ പോട്ടെ. കോടതി വിധി വന്നു കഴിഞ്ഞപ്പോ ഭാര്യയ്ക്കും കുട്ടികൾക്കും ആശ്വാസമായല്ലോ. ആശ്വാസമായി. വലിയൊരാശങ്കയാണ് മാറിക്കിട്ടിയത്. സാക്ഷിമൊഴികൾ എതിരായി വന്നപ്പോൾ ഒക്കെ കൈവിട്ടു പോയി എന്ന് കരുതിയതാ. പക്ഷെ എൻ്റെ പപ്പൻ മിടുക്കനാ മുകുന്ദേട്ടൻ. അതെ, ബഹുമിടുക്കൻ. അഡ്വക്കേറ്റ് പ്രഭാകരനായിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഈ കേസ് തോറ്റുപോയനെ. ആ, താൻ ഈ പത്രം കണ്ടോ? ഇല്ല, എന്താ ഇതില്? നോക്കട്ടെ. തൻ്റെ കുട്ടികളുടെ മേൽ വീണുപോയ പേരുദോഷം മാറ്റാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് ആ അജ്ഞാത ലേഖകൻ. പത്രത്തിൽ വാർത്ത വന്ന ഉടനെ ഇവിടെ ഒരാൾ വന്നിരുന്നു. ആര്? അലക്സാണ്ടർ പേട്ട. തല്ലാനും കൊല്ലാനും ഒന്നും വന്നതല്ല, ഒടിഞ്ഞു തൂങ്ങിയ കൈയുമായിരിക്കുന്ന എന്നെ കണ്ട് ആസ്വദിക്കാൻ. പിന്നെ പത്രത്തിൽ വന്ന വാർത്ത മനോഹരമായിരിക്കും എന്ന് പറയാൻ. കലിയുഗത്തിന്റെ സന്തതി തന്നെ അയാള്. ഒരാളെ തല്ലി അവശനാക്കിയിട്ട് അയാളെ വന്ന് കാണാൻ അത്തരം ദുഷ്ടാത്മാക്കൾക്ക് കഴിയൂ. വലത് കൈ ഒടിഞ്ഞിട്ടും പത്രപ്പോട്ട് വന്നില്ലേ? അലക്സാണ്ടർ ഞെട്ടിയിട്ടുണ്ടാവും. ആ ഞെട്ടൽ അയാളെ കൊണ്ട് മറ്റെന്തെങ്കിലുമൊക്കെ ചെയ്യിക്കും. മുകുന്ദേട്ടൻ സൂക്ഷിക്കണം. അടുത്ത പടി എൻ്റെ മരണമായിരിക്കും. മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അതിനുശേഷവും പത്ര റിപ്പോർട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോഴാ അലക്സാണ്ടർ ആകെ കൺഫ്യൂസ്ഡ് ആകാൻ പോകുന്നത്. സത്യത്തിൽ എനിക്ക് കളി ഒരു രസമായിട്ട് തോന്നുക. കർമ്മം ചെയ്യുന്ന ഒരാൾ, അതിൻ്റെ ഫലം കിട്ടുന്ന വേറൊരാൾക്ക്. പറയുന്നതുകൊണ്ട് മറ്റൊന്നും തോന്നരുത് മുകുന്ദേട്ട. കേരളദേശത്തിൻ്റെ ചീഫ് എഡിറ്ററുമായി മുകുന്ദേട്ടന് നല്ല അടുപ്പമല്ലേ? ദയവ് ചെയ്ത് ഇനി ഇത്തരം വാർത്തകളും ലേഖനങ്ങളും പ്രസിദ്ധീകരിക്കരുതെന്ന് അയാളോടൊന്ന് പറയണം. എന്തിന്? മുകുന്ദേട്ടന് ജീവനിൽ ഭയമില്ലെങ്കിലും മുകുന്ദേട്ടൻ്റെ ജീവൻ എനിക്കും എൻ്റെ കുടുംബത്തിനും പ്രധാന. തൽക്കാലം തൻ്റെ ഈ ആവശ്യം അംഗീകരിക്കാനാവില്ല. നമ്മളെപ്പോലെ തന്നെ അലക്സാണ്ടർക്കെതിരെ കുറച്ച് തീപ്പൊരി മനസ്സിൽ സൂക്ഷിക്കുന്ന ആളാ ഇതിൻ്റെ ലേഖകൻ. അവനായി മരിക്കേണ്ടി വന്നാൽ അതൊരു നല്ല കാര്യമായി ഞാൻ കരുതും. ആ, ഇപ്പം താനൊരു കാര്യം ചെയ്യും. പത്രം കൊണ്ടുപോയി തൻ്റെ ഭാര്യയും കുട്ടികളൊന്ന് കാണിക്കുക. വാർത്ത കാണുമ്പോൾ അവർക്ക് തന്നെ ഒരു ആത്മവിശ്വാസമാവും. അതുപോലെ കോടതി വിധി വന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ എല്ലാവർക്കും പുറത്തേക്കൊക്കെ ഇറങ്ങാം. കുട്ടികൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കോളേജിൽ പോകുന്നൊന്നും തെറ്റില്ല. വിധി വന്നു കഴിഞ്ഞ് കോളേജിൽ പോകാനായിരുന്നു അവരുടെ തീരുമാനം. എന്നാ പിന്നെ ഒന്നും നോക്കണ്ട. നാളെ തന്നെ കുട്ടികളെയും കൂട്ടി കോളേജിലേക്ക് പൊയ്ക്കോ. എന്താ? വിധി വന്ന സ്ഥിതിക്ക് നാളെ മുതൽ കോളേജിൽ പോകാനാ മുകുന്ദേട്ടൻ പറയുന്നത്. ഇനിയിപ്പോ അച്ഛൻ്റെ കല്യാണിക്കുട്ടിക്ക് എതിർപ്പൊന്നുമില്ലല്ലോ? എതിർപ്പൊന്നുമില്ല, പക്ഷേ ഭയോ അച്ഛാ. നമ്മൾ ഇനി ആരെ ഭയപ്പെടാനാ മോളെ? ദേ, ചേച്ചി വാക്ക് തന്നതാ, വിധി വന്നു കഴിഞ്ഞാൽ കോളേജിലേക്ക് പോവാന്ന്. പോകാം, പോകില്ലെന്ന് ഞാൻ പറഞ്ഞോ? പിന്നെ നാളുകൾക്ക് ശേഷം ക്യാമ്പസിലേക്ക് കയറുമ്പോൾ എന്തോ ഒരു അധ്യാപകരൊക്കെ ഞങ്ങൾ എങ്ങനെയാവും നോക്കുക? കുട്ടികളുടെ ഭാഗത്തുനിന്ന് എന്തൊക്കെ കമന്റ്സ് ആവും ഉണ്ടാവുക? ഇങ്ങനെയൊക്കെ ചിന്തിച്ച ജീവിതകാലം മുഴുവൻ കഥകടച്ചിരിക്കാനേ പറ്റൂ. എക്സാം അടുത്ത സമയ. ഇപ്പം തന്നെ ക്ലാസ് ഒരുപാട് പോയി. ഇതേ നോക്ക്, കോളേജിലെ റാങ്ക് സ്റ്റുഡൻ്റാ നീ, അത് മറക്കണ്ട. ഇപ്പം അതിന്റെ ത്രില്ലൊക്കെ പോയച്ചാ. റാങ്ക് കിട്ടിയില്ലെങ്കിലും ഞങ്ങളിപ്പോൾ പ്രശസ്തരാ. ഈ നാട്ടില് ഞങ്ങൾ അറിയാത്തവരായിട്ട് ആരാ ഉള്ളത്? നാളെ പോണെങ്കി പോകാം, പക്ഷെ വീട് മുതൽ കോളേജ് വരെ തല താഴ്ത്തി നടക്കാനൊക്കൂ. നെഞ്ചിടിപ്പോടെ. നീ എന്തു പറയുന്നു? ചേച്ചി അങ്ങനൊക്കെ പറയും, പക്ഷേ അച്ഛൻ്റെ തീരുമാനം മാറ്റണ്ട. നാളെ നമുക്ക് പോവാ അച്ഛാ. പോയി കളയാം.
ഈശ്വര, ഇന്നൊരു വലിയ പരീക്ഷണത്തെ നേരിടുകയാണ്. അതിജീവിക്കാനുള്ള കരുത്ത് എനിക്കും എൻ്റെ കുട്ടികൾക്കും നൽകണേ. കോളേജിൽ കുട്ടികൾ പലതും പറയും. അതൊന്നും കാര്യമാക്കണ്ട. ആരെയും ശ്രദ്ധിക്കുകയും വേണ്ട. എനിക്ക് കോളേജിലേക്ക് പോകാൻ തോന്നുന്നില്ലമ്മേ. ഒന്ന് ചുമ്മാതിരിക്കും ചേച്ചി. ഏയ്, പോവാ മക്കളെ. എന്താ ഒന്ന് ഉഷാറാകെ. അതെങ്ങനെയാ അമ്മയെ കണ്ടല്ലേ മക്കൾ പഠിക്കുന്നേ? അതെ, ഞാൻ പഠിപ്പിക്കുന്ന ഇവർ പഠിക്കുന്ന കോളേജിലേക്കാ പോകുന്നേ, അല്ലാണ്ട് അംഗത്തിനൊന്നും പുറപ്പെടുകയല്ല. വാ, വരട്ടെ അമ്മേ. കയറിക്കോ. കങ്കാരു മക്കളും വന്നടാ. ആളിയ, ദേ അവളുമാര് വരുന്നുണ്ട്. ഇന്ന് രണ്ടിന്റെ കച്ചവടം മുടക്കണം. ദേ സമരത്തിന് ആരും റെഡിയല്ലേ? വരട്ടവള്. അച്ഛാ, ഇതൊക്കെ പ്രതീക്ഷിച്ച് തന്നെയല്ലേ നമ്മൾ വന്നത്. പിന്നെന്താ, ഒന്നും കാര്യമാക്കണ്ട. നിങ്ങൾ വാ. എന്തൊക്കെയുണ്ട് സാറേ വിശേഷങ്ങള്? സുഖങ്ങളൊക്കെ തന്നെ അല്ലേ? ജാളി അടിച്ച് ബോളിയൊക്കെ തിന്നാ? നിങ്ങൾ ക്ലാസ്സിലേക്ക് പൊക്കോ. ചെല്ലേ. വാ ചേച്ചി. കങ്കാരും കുഞ്ഞുങ്ങൾ ഇത്ര നാൾ സുഖവാസത്തിലായിരുന്നോ? ഞങ്ങളെയൊക്കെ കൂടെ ഒന്ന് പരിഗണിക്കണം. മേനോൻ സാർ വരുന്നുണ്ട്. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇത്രയും ദിവസം കോടതി വിധി കാത്തിരിക്കുകയായിരുന്നു. ഇപ്പോൾ വിധി വന്നു. എൻ്റെ കുട്ടികൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എല്ലാവർക്കും മനസ്സിലായി. എന്നാൽ പിന്നെ കോളേജിലേക്ക് വരാമെന്ന് കരുതി. കുട്ടികൾ അവരും വന്നിട്ടുണ്ട്. ചതി പെട്ടുപോയെന്ന് കരുതി എന്നും കഥകടച്ചിരിക്കാൻ ഒക്കുകയല്ലോ. ആരെയും പഴിച്ചിട്ട് കാര്യമില്ല മേനോൻ സാറേ. ഒക്കെ സാറിൻ്റെ ഭാഗത്തെ പിഴവാണെന്നേ ഞാൻ പറയൂ. ഞങ്ങളെപ്പോലുള്ള അധ്യാപകരായി ഈ കലാലയം തകർക്കുന്നതെന്ന് ഒരിക്കൽ ഇവിടുന്ന സാർ പറഞ്ഞത്. ആദർശം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ചിലപ്പോഴത് ദൂഷ്യം ചെയ്യും. ശരിയാ, തന്നോട് ഞാൻ ഇനി തർക്കിക്കാനില്ല. അനുഭവം ഏറ്റവും വലിയ ഗുരു. അനുഭവത്തിലൂടെ നമ്മൾ പഠിക്കുന്ന പാഠം പിന്നൊരിക്കലും മറക്കില്ല. വില്യത്തിനോട് ചെറിയൊരു വിട്ടുവീഴ്ച ചെയ്തിരുന്നെങ്കിൽ എൻ്റെ കുട്ടികൾക്ക് ഇന്നീ ഗതി വരികയില്ലായിരുന്നു. കോടതി സാറിൻ്റെ മക്കളെ കുറ്റവിമുക്തരാക്കിയാൽ ഇല്ലെങ്കിലും ശരി, ഞങ്ങൾക്ക് അവരെ സംശയമില്ലായിരുന്നു. അവർക്കൊരിക്കലും ഇത്തരത്തിലൊരു കാര്യം ചെയ്യാൻ കഴിയില്ല. പറഞ്ഞിട്ടെന്താ കാര്യം? സാറിന്റെ എടുത്തേട്ടം കാരണം ഇപ്പൊ വേദന മുഴുക്ക തിന്നുന്നത് ആ കുട്ടികളല്ലേ. കോടതി അവരെ വെറുതെ വിട്ടാലും സമൂഹം വെറുതെ വിടുവോ? കേട്ടോ സരികെ, ഇവിടെ ചിലർക്കൊക്കെ സാഹിത്യത്തിൽ കമ്പം കയറി തുടങ്ങിയിട്ടുണ്ട്. പതിവില്ലാത്തൊരു നോവൽ വായനയും ചിന്തയും. ഒന്ന് പോടി. ശിവൻ എനിക്കൊരു നോവൽ വായിക്കാൻ തന്നു എന്ന് കരുതി വെറുതെ അതിനെ ദുർവ്യാഖ്യാനം ചെയ്യണ്ട. നിനക്ക് മാത്രമായിട്ട് എന്താ ശിവൻ നോവൽ തന്നെ? ഞങ്ങളൊക്കെ ഇവിടെ പഠിക്കുന്നവരാ. ആണോ? അതെനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. ആലീസേ, ഇവിടെ ഉണ്ടോ? ഞാൻ എവിടെയൊക്കെ നോക്കി നിന്നെ. എന്താടി? ഒരു ഗുഡ് ന്യൂസ്. നമ്മുടെ പ്രൊഫസറും മക്കളും മടങ്ങി വന്നിട്ടുണ്ട്. നേരാണോ മോളെ? അതേന്നേ. നമുക്കൊന്ന് കാണാടി. അവളെ ഒന്ന് വാരണം.
ക്യാമ്പസിൽ തല ഉയർത്തി മാത്രം നടന്നിട്ടുള്ള ദേവൂട്ടിയുടെ തലയെന്തേ ഇപ്പൊ അങ്ങ് താണുപോയത്? എന്റെ മുഖത്തേക്കൊന്ന് നോക്കുമോളെ. ഹോ, ആശ്വാസായി. ഇങ്ങനെ തല കുമ്പിട്ടിരിക്കുന്ന സാഹിത്യകാരിയെ കാണാൻ ഞാൻ എത്ര കൊതിച്ചതാണെന്നറിയോ? ദേ, എല്ലാരും ഒന്ന് നോക്കിയേ. നമ്മുടെ ദേവയാനിയാ, പ്രൊഫസർ കങ്കാരുവിന്റെ മോള്. പഠിത്തത്തിനിടയിൽ ഇങ്ങനൊരു സ്വയം തൊഴിൽ കണ്ടുപിടിച്ചത് ഏതായാലും നന്നായി. അതുകൊണ്ട് പണത്തിനായി കങ്കാരുവിന്റെ മുന്നിൽ കൈനീട്ടേണ്ടി വരില്ലല്ലോ.